എല്ലാവർക്കും ടേസ്റ്റി ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ സീസണിൽ നമുക്ക് ധാരാളം പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ പച്ചമാങ്ങ കൊണ്ട് തന്നെ ഒരു മിഠായി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു വലിയ പച്ചമാങ്ങ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ച് മാറ്റി വെക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് 12 അല്ലെങ്കിൽ 13, കൂടി വന്നു കഴിഞ്ഞാൽ 13 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നീട് അത് മിക്സിയിൽ അടിക്കാൻ ആവശ്യമായ 1 ഗ്ലാസ് വെള്ളം. ഇത് കണ്ടോ, ഇത് ഒറിജിനൽ മാംഗോ അല്ലാന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഇത് ഞാൻ സെറാമിക് പൗഡറും അതുപോലെ ചോക്ക് പൗഡർ, ഫെവിക്കോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒരു മാംഗോയുടെ ഷേപ്പാക്കി വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മാംഗോയുടെ റെസിപ്പി ആയതുകൊണ്ട് ഞാനിതൊന്ന് ഇവിടെ വെച്ചോന്ന് മാത്രം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് പച്ചമാങ്ങ മിഠായി ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ളത്. മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് നേരത്തെ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരുന്നില്ലേ, ആ വെള്ളം കൊണ്ട് മാത്രം അരച്ചെടുത്താൽ മതി. കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് അരക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അത് കുറച്ചും കൂടെ ഒരു ലൂസാക്കിയതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്ന സമയത്ത് നേരിയ അരിപ്പ് തന്നെ യൂസ് ചെയ്യാൻ നോക്കണം. കാരണം മാങ്ങയിലൊക്കെ ധാരാളം നാരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ മിഠായി ഉണ്ടാക്കുന്ന സമയത്ത് ഈ നാരുകളൊന്നും നമുക്ക് മിഠായിലേക്ക് വരാൻ പാടില്ല. നല്ലൊരു ഷേപ്പിലായിട്ട് അത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് മാക്സിമം അരിച്ചെടുക്കുമ്പോൾ അതൊക്കെ അരിപ്പയിലേക്ക് വരുന്ന രീതിയിലുള്ള നേരിയ അരിപ്പ് തന്നെ യൂസ് ചെയ്യുക. കഴിയുമെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണേ. 1 ഗ്ലാസ് വെള്ളവും പഞ്ചസാരയും ചേർത്തിട്ട് മാങ്ങാ കഷ്ണങ്ങൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് അതിനുശേഷം അത് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചൂടായ പാനിലേക്ക് ഇടാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. കണ്ടോ, നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ടത്. ഈ പഞ്ചസാര പാനി ഒരു നൂൽപ്പരുവത്തിൽ എത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നില്ലേ, ആ മാംഗോ ജ്യൂസും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരുന്നുണ്ട്. ആ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം. ഫ്ലെയിം കുറച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു പത പോലെയുള്ള കാര്യങ്ങൾ കണ്ടില്ലേ, ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നത്, അതൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പഞ്ചസാരയിലൊക്കെ ഉള്ള അഴുക്കൊക്കെ ആയിരിക്കും, അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അത് മാറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് മാംഗോ എസൻസ് ചേർക്കാം. ഒരു 2 തുള്ളി മാത്രം ചേർത്താൽ മതി. മാംഗോ ഓൾറെഡി ഉണ്ടെങ്കിലും ഒരു കൂടുതൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എസൻസും കൂടെ എടുക്കാം. ഇനി ഇതിലേക്ക് ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട്. കാരണം ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചൊരു കളർഫുൾ ആവണ്ടേ, അതിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. അല്ലാത്ത സമയം നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അതൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കളറൊന്നും ചേർക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഇതുപോലെയുള്ള മോൾഡിലേക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിതുപോലെ മോൾഡുകൾ യൂസ് ചെയ്യുന്നില്ലേ, അതുതന്നെ പല ഷേപ്പിലുള്ള മോൾഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് സെറ്റായി വരുന്ന സമയത്ത് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എല്ലാത്തിലും കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാത്തിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട്.
ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയുള്ള ചോക്ലേറ്റ് ആയിട്ട് ഇത് കിട്ടും. ഇനി നമുക്ക് ലോലിപോപ്പിൻ്റെ മോഡലിൽ ഈ ചോക്ലേറ്റ് ആക്കിയെടുത്താലോ? അതിന് വേണ്ടിയിട്ട് കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന കപ്പില്ലേ, ആ കപ്പ് ഇതുപോലെ കമഴ്ത്തി വെക്കുക. അതിൻ്റെ മുകളിലേക്ക് സാധാരണ ലോലിപോപ്പിൻ്റെ സ്റ്റിക്ക് അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഇതൊക്കെ നമുക്ക് വെക്കാം. ഇനി ഇതുപോലെയുള്ള ചെറിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള കപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വിട്ട് കിട്ടുന്നതിന് നല്ലൊരു ഹെൽപ്പാണ്. ഇതുപോലെ അലുമിനിയം ഫോയിലിലും നമുക്ക് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ 4 കപ്പിൻ്റെ മുകൾ ഭാഗത്തും ലോലിപോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണേ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ പോലെ തോന്നുന്നില്ലേ? അത് റെഡും ഗ്രീനും കൂടെ മിക്സായ സമയത്ത് അങ്ങനെ ഒരു ബ്ലാക്കിഷായിട്ട് തോന്നുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഇതൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ, നന്നായിട്ട് ഇത് വിട്ട് കിട്ടുന്നുണ്ട്. നല്ല ഗ്രീൻ കളറുള്ള പച്ചമാങ്ങ ലോലിപോപ്പ് കാണാൻ നല്ല ഭംഗിയില്ലേ? എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് നമുക്കൊന്ന് നോക്കാം സെറ്റായിട്ടുണ്ടോയെന്ന്. എല്ലാം നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഈ കപ്പിൽ നിന്ന് മാറ്റി വെക്കാം. കണ്ടോ, വളരെ എളുപ്പത്തിൽ പച്ചമാങ്ങ ലോലിപോപ്പ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറുള്ള ലോലിപോപ്പ്. ഇനി നമുക്ക് നേരത്തെ സെറ്റാവാൻ വേണ്ടി മാറ്റി വെച്ച പച്ചമാങ്ങ മിഠായി എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ? കണ്ടോ, നല്ല ഭംഗിയായിട്ട് അതും റെഡിയായി വന്നിട്ടുണ്ട്. ആ മോൾഡിൻ്റെ അതേ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇപ്പോൾ പച്ചമാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സീസണാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.